ആദരണീയനായ സ്പീക്കർ സർ, ഞാൻ വഖഫ് ഭേദഗതി ബിൽ 2025 ഭേദഗതി ബിൽ മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ മുസൽമാൻ വഖഫ് ബിൽ 2024 മുന്നോട്ട് വെക്കുകയാണ്. ആദരണീയനായ സ്പീക്കർ, റൂളിംഗ് അങ്ങ് ഇവിടെ നൽകിയത് JPC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു മിനിറ്റ് കിരൺ റിജിജുജി, ഒരു മിനിറ്റ്. ശ്രീ സൗഗത റായ്ജി, ഭേദഗതി നമ്പർ 108 അങ്ങക്ക് മുന്നോട്ട് വെക്കാം. അങ്ങ് ഇതുമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ മുന്നോട്ട് വെക്കുന്നത് വഖഫ് ഭേദഗതി ബിൽ 2025 ഇത് റീകമ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങൾ ഇതിൽ ആവശ്യമായിട്ടുണ്ട്. ആദരണീയനായ മന്ത്രി, അങ്ങയുടെ പ്രസ്താവന മുന്നോട്ട് വെക്കാം 12-16 ബന്ധപ്പെട്ട്. ओपनिंग करूंगा, उसका भी जवाब आएगा और बाकी अमेंडमेंट तो आखिर में आता ही है. ഇത് ഞാൻ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. മന്ത്രി ദയവായി സംസാരിക്കുക. നമ്മൾ ഇത് വിശദമായി പറയേണ്ട കാര്യങ്ങളെല്ലാം കമ്മിറ്റിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കമ്മിറ്റി ഈ സമയം ഇരു സഭകളും ലോക്സഭയും രാജ്യസഭയും അവിടെ ഒരു ജോയിന്റ് കമ്മിറ്റി ആയിരുന്നു കൊണ്ടുവന്നത്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് ചർച്ചകൾ നടത്തുകയുണ്ടായി. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ സമയം നമ്മൾ അതിനായി നൽകിയിരിക്കുന്നു. എല്ലാ അംഗങ്ങളും, ഇരു സഭകളിലെ അംഗങ്ങളും അവർ ഈ ജോയിന്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങൾ ഞാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരെ നന്ദി അറിയിക്കുകയാണ്. ആദരണീയനായ സ്പീക്കർ സർ, എല്ലാം കൂടാതെ 97,772 പെറ്റീഷനുകളാണ് ഓൺലൈനായും നേരിട്ടും ലഭിച്ചിരിക്കുന്നത്. മെമ്മോറാണ്ടമായും റിക്വസ്റ്റായും നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അഭ്യർത്ഥനകളുമായി ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. നേരിട്ടോ അല്ലാതെയോ സർക്കാർ പഠിക്കുകയുണ്ടായി. നമ്മൾ ഈ അഭ്യർത്ഥനകളും മെമ്മോറാണ്ടങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി. ഇത്രയും വലിയ അളവിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ബില്ലിനും നമുക്ക് ഇത്രയും അളവിൽ പെറ്റീഷനുകൾ ലഭിച്ചിട്ടില്ല. 284 ഡെലിഗേഷനുകൾ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അവർ കമ്മിറ്റിക്ക് മുൻപാകെ വരികയുണ്ടായി. അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മളോട് അറിയിക്കുകയുണ്ടായി. അവരുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുകയുണ്ടായി. 25 സംസ്ഥാന സർക്കാരുകൾ, അതുപോലെ തന്നെ കേന്ദ്ര പ്രദേശങ്ങൾ, അവിടുത്തെ വഖഫ് ബോർഡുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അവരെല്ലാം തന്നെ ഇത് മുന്നോട്ട് വെക്കുന്നു. പല നിയമപരമായ കാര്യങ്ങൾ, അവിടുത്തെ നിയമ വിദഗ്ധർ, പല ചാരിറ്റബിൾ ഓർഗനൈസേഷനിലുള്ളവർ, അവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഗവേഷകർ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഈ മഹത്തായ സഭയിൽ നമ്മൾ ഈ ബില്ല് ഇവിടെ മഹത്തായ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഞാനിവിടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് ഞാൻ അതിനെ വീണ്ടും പറയുന്നില്ല. ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ആ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ മുൻപോട്ട് നേരത്തെ തന്നെ വെച്ചിരുന്നു. എനിക്ക് പ്രതീക്ഷ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ എതിർക്കുന്നവർ, അവർക്ക് ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാകും. അവർക്ക് ഈ ബില്ല് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതാണ് എൻ്റെ വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു പോസിറ്റീവ് നോട്ടുമായാണ് ഞാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് ഞാൻ പറയാം. ഞാനതിവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ഒരുപാട് നല്ല സന്ദേശം ഞാൻ നൽകുകയാണ്. ആദരണീയനായ സ്പീക്കർ സർ, ആരും തന്നെ ഒരു വ്യക്തി എന്താണ് പറയുന്നത് അതിനെ എതിർക്കുവാനായിട്ട് ആരും തന്നെ അതിനെ പൂർണ്ണമായി എതിർക്കരുത്. ഇതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ ബില്ല് ഞാൻ മുന്നോട്ട് വെക്കുകയാണ്.
ഒരുപാട് അംഗങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ പ്രൊഫഷണൽ ഉണ്ട്. ഇത് ചിലർ പറഞ്ഞു ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഈ ബില്ല് അതൊരു പുതിയ ടോപ്പിക് അല്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേയും ഈ വഖഫ് ബില്ല് അന്നും പാസ്സാക്കിയിട്ടുള്ളതാണ്. ചരിത്രം അന്ന് വരെ നോക്കുകയാണെങ്കിൽ 1894 പ്രിവി കൗൺസിൽ, ബ്രിട്ടീഷ് കാലത്തെ പ്രിവി കൗൺസിൽ അന്ന് ഈ ബിൽ പാസ്സാക്കിയതാണ്. 1913 ഈ കൃത്യമായ ലീഗൽ ഫ്രെയിം വർക്ക് നടന്നതാണ്. 1924 കൃത്യമായി സുതാര്യ ഉറപ്പുവരുത്താനായി ബില്ലുകൾ പാസ്സാക്കിയതാണ്. അന്നും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. 1930 മുസൽമാൻ വഖഫ് ഭേദഗതി ആക്ട് കൊണ്ടുവന്നതാണ്. ഇതിന് ലീഗൽ വാലിഡിറ്റി കൊണ്ടുവന്ന ബില്ലുകൾ അന്ന് പാസ്സാക്കിയതാണ്. ഒരു കുടുംബത്തിലെ വഖഫ് എന്ന് പറയുന്നതാണ്, വഖഫ് സ്വത്ത് എന്ന് പറയുന്നതാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1954 ആദ്യമായി സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് ഈ ബില്ല് മുന്നോട്ട് വന്നു. അത് ആക്റ്റായി. അങ്ങനെയാണ് വഖഫ് ബോർഡ് ഉണ്ടാവുന്നതും അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവുന്നത്. ഈ 1954 ആക്ടിലാണ് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ വിവിധ ഭേദഗതികൾ കൊണ്ടുവന്നു. 1995 ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു. അന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഒരാൾ പോലും പറഞ്ഞില്ല. ഇത് നിയമപരമല്ല എന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ വലിയ മാറ്റങ്ങൾ ഈ ബില്ലിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു ഇതിലെന്തോ ഭരണഘടനാ വിരുദ്ധത ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ നല്ല മനസ്സോടെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലോജിക്കായി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. പക്ഷേ ഈ ബില്ല് നമ്മൾ വളരെ നിങ്ങൾ ഈ ബില്ലുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. വളരെ വ്യക്തമായി എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, 95 ട്രൈബ്യൂണലിന്റെ ഒരു പഴയ വ്യവസ്ഥയുണ്ടായിരുന്നു. അതുവഴി ഈ വഖഫ് ബോർഡിൽ ഒരു മാറ്റമുണ്ടെങ്കിൽ, വഖഫ് ട്രൈബ്യൂണലിൽ ഒരു മാറ്റമുണ്ടെങ്കിൽ 95 ചില മാറ്റങ്ങളാണ് ഇവർ ഉണ്ടാക്കിയത്. ഏതെങ്കിലും വഖഫ് പ്രോപ്പർട്ടി 5 ലക്ഷം രൂപയുടെ മേലെയാണുള്ളതെങ്കിൽ സർക്കാരിന്റെ ഓഫീസർ അതിൽ അപ്പോയിന്റ് ചെയ്യുന്നുള്ളത് 95 ആക്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. എന്താണിത് വലിയൊരു പ്രശ്നമായി കൊണ്ട് ഉന്നയിക്കുന്നത്? ഈ വഖഫ് ഭേദഗതി നിയമം അത് എന്തുകൊണ്ട് വേണമെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് വളരെ കൃത്യമായി എനിക്ക് പറയുകയാണെങ്കിൽ 2014 നമ്മൾ ഇലക്ഷനുകളിലേക്ക് പോയപ്പോൾ അന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 2013 ഒരു അംഗം എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം വരും. ഇങ്ങനത്തെ ഒരു നടപടി എന്തിനെടുത്തു എന്ന് നിങ്ങൾ ചോദിക്കും. 2013 ഈ ആദ്യത്തെ മാറ്റം വന്നു. ഏതെങ്കിലും മനുഷ്യൻ, ഹിന്ദു ആകട്ടെ, സിഖ് ആകട്ടെ, ഇസായി ആകട്ടെ, ജൈൻ ആകട്ടെ, വഖഫ് കൊടുക്കാം. അവർക്ക് വഖഫ് ദാനം ചെയ്യാൻ പറ്റും. അതൊരു ചാരിറ്റബിൾ മതപരമായിട്ടുള്ള കാര്യത്തിന് ഇത് നൽകാം. പക്ഷെ അതിലൊരു ഡൈല്യൂഷൻ നടത്തി 2013 ആർക്ക് വേണമെങ്കിലും വഖഫ് കൊടുക്കാമെന്നുള്ളൊരു നിയമ ഭേദഗതി വന്നു. അത് യു പിയുടെ സമയത്താണ്. സിയ തന്നെ വരും, സുന്നിയിൽ സുന്നി തന്നെ ആയിരിക്കും. ഏതെങ്കിലും ബോർഡായിക്കോട്ടെ, അവരുടെ ആളുകൾ മാത്രമായിരിക്കും, വേറെ ആരും വരരുത്. മൂന്നാമത് 2008 സമാധാനമായിട്ടിരിക്കൂ. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ മറുപടി തരും.
പക്ഷേ ഞാൻ എൻ്റെ ചില ആശയങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് കയറി പറയാതെ, അതുപോലെ ചർച്ചയുടെ നിലവാരം നിലനിർത്തുവാൻ കഴിയുള്ളൂ. സാർ, ഒരു മാറ്റം വന്നു. സെക്ഷൻ 108 ആ 108 സെക്ഷനിൽ വന്നിട്ടുണ്ട്, എഴുതിയ കാര്യമാണ്. വഖഫ് ബോർഡിൻ്റെ ക്ലോസസ് ഓവർ റൈഡിങ് FTA ഇന്ത്യയിലെ മറ്റു നിയമങ്ങൾക്കും മീതെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു നിയമം എങ്ങനെ നമുക്ക് അംഗീകരിക്കാനാവും? ഒരു നിയമം മറ്റ് നിയമങ്ങൾക്ക് മുകളിലായിരിക്കും. ഇത് ആർക്കും സമ്മതിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം സാർ, ഞാൻ പ്രൊപ്പഗണ്ട ഇതിലുണ്ട്. 2013 എനിക്ക് തന്നെ അതിശയമുണ്ടായി ഇതെങ്ങനെയാണ് പാസ്സാക്കിയത് എന്ന്. 2013 വഖഫ് ബൈ യൂസർ എന്ന ഒരു ക്ലോസ് വന്നു. അതിനുശേഷം 1970 മുതൽ കേസ് നടക്കുകയായിരുന്നു. CGO കോംപ്ലക്സ്, പാർലമെൻറ്റ് ബിൽഡിംഗ്, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അവയെല്ലാം ഡൽഹി വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. അതിനുശേഷം ഈ കേസ് നടക്കുകയായിരുന്നു. UPA ഗവൺമെൻറ് ആ സമയത്ത് എല്ലാ ഗവൺമെൻറ്റും ഡീനോട്ടിഫൈ ചെയ്ത് 113 പ്രോപ്പർട്ടി വഖഫിന് നൽകി. ഇന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് ഇതും ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. എയർപോർട്ട് വസന്ത് വിഹാർ മോദിജിയുടെ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ, UPAയുടെ ഗവൺമെൻറ് തുടർന്നിരുന്നെങ്കിൽ എന്തെല്ലാം ബിൽഡിങ്ങും ഡീനോട്ടിഫൈ ചെയ്യും. 113 പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യമല്ല, ഞാൻ ഒഫീഷ്യൽ റെക്കോർഡാണ് ഇവിടെ പറയുന്നത്. എന്തിനാ കടന്നു ചാടുന്നത്? ഞാൻ എൻ്റെ സ്വന്തമല്ല, യാഥാർത്ഥ്യം പറയുകയാണ്. അവിടെ ഇരിക്കൂ. നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങൾക്കും സംസാരിക്കാൻ അവസരം കിട്ടും മന്ത്രിജി. സാർ, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഒരു വാക്കുപോലും എൻ്റേതായിട്ട് പറയത്തില്ല. ഒരു യാഥാർത്ഥ്യം എന്താണോ അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ ഇത്ര ഉത്തേജിതരാവേണ്ട കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അധ്യക്ഷ മഹോദയ, ഞാൻ താങ്കളിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഭരണഘടനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഞാൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ മുമ്പിൽ പറയുന്നത്. ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വഖഫ് അമെൻമെൻറ്റ് ബിൽ ഇത് ആർട്ടിക്കിൾ 25, 26, ആർട്ടിക്കിൾ 30 ലംഘിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് പോയിന്റ് ഓഫ് ഓർഡർ ഡിബേറ്റിൻ്റെ ഇടയ്ക്കുണ്ടാവില്ല. ഞാൻ റൂളിംഗ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് ഇക്വാലിറ്റിയുടെ കാര്യം, സമാനതയുടെ ആർട്ടിക്കിൾ 14 കുറിപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതിനും ഞാൻ മറുപടി പറയാനിരിക്കുകയാണ്. ഇതൊരു രീതിയല്ല, നല്ല രീതിയല്ല. സ്പീക്കറുടെ റൂളിംഗ് അന്തിമമാണ്. ദയവ് ചെയ്ത് കേട്ടാലും. അധ്യക്ഷ മുഹമ്മദ്, എനിക്ക് ഡിസ്റ്റർബൻസ് വരികയാണ്. എൻ്റെ കാതിൽ ഈ ശബ്ദം മുഴങ്ങുകയാണ്. അധ്യക്ഷ മഹോദയ, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അവരുടെ ജോലി, ബേസിക്കലി അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ മുത്താവലി അത് ഏറ്റു നടത്തുന്നവരാണ്. അവർക്ക് അത് ഏറ്റു നടക്കാൻ ഗവർണൻസ് ചെയ്യുവാൻ വേണ്ടി സൂപ്പർവിഷൻ്റെ ഒരു പ്രൊവിഷനുണ്ട്.
ഒരു രീതിയിലും വഖഫ് ബോർഡ് മാനേജ് ചെയ്യുന്നില്ല. വഖഫ് ബോർഡ് ഒരിക്കലും കൈകടത്താൻ അധികാരമില്ല. അവർക്ക് നോക്കി നടത്താൻ മാത്രമേ പറ്റൂ. പറയാൻ വാദങ്ങളില്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെച്ച ഡിസ്കഷൻ്റെ നിലവാരം താഴ്ത്തരുത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. വഖഫ് ബോർഡിനെ നിയമിക്കുക. വാക്കിഫ് എന്ന ആളുണ്ട്. അവർ ഞാൻ റൂളിംഗ് ഇത് കഴിഞ്ഞു, നിങ്ങളുടെ സമയം ആവുമ്പോൾ സംസാരിക്കാം, അവിടെ ഇരിക്കൂ, ഈ രീതി ശരിയല്ല, അവിടെ ഇരിക്കുക, പറ്റുന്ന കാര്യമല്ല, ഇരുന്നേക്കിരിക്കൂ. മന്ത്രിജി താങ്കൾ സംസാരിക്കൂ. अध्यक्ष महोदय, സ്പീക്കർ സാർ, എല്ലാവർക്കും സംസാരിക്കാൻ അനുവാദമുണ്ട്. ഇപ്പോൾ സമാധാനമായിട്ട് കേൾക്കൂ, അതിനുശേഷം റിപ്ലൈ തരൂ. ഇതൊരു നല്ല നടപടിക്രമമല്ല സാർ. അധ്യക്ഷ മഹോദയ, അവർ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഞാൻ അതിൻ്റെ കേസസ് ഇവിടെ കോട്ട് ചെയ്തുകൊള്ളട്ടെ. താങ്കൾ നോക്കിയാലും ആർട്ടിക്കിൾ 25(1) എന്താണ് പറയുന്നു? ഭരണഘടന പറയുന്നു. 25(1) പറയുന്നു സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്. എല്ലാവരും ഒരേപോലെ സ്വാതന്ത്ര്യം ഒരേപോലെ അനുഭവിക്കുന്നു. ഏത് രീതിയിലും അവരുടെ സ്വന്തം മതം അനുവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവസ്ഥയുണ്ട്. ഏതെങ്കിലും മതപരമായ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൽ കൈകടത്തുന്നില്ല. വഖഫ് ബോർഡ് ഒരു രീതിയിലും കൈകടത്തുവാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ സാർ, ഇത് എന്ത് കള്ളത്തരമാണ് പറയുന്നത്? ഭരണഘടന ഇവിടെ ഉദ്ധരിക്കുകയാണ്, അതിനെയും കേൾക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഒരു മുസ്ലിം പള്ളിയിലും കൈകടത്തുവാൻ ഒരു പ്രൊവിഷനുമില്ല. ഒരു മിനിറ്റ് മന്ത്രിജി. സദസ്സ് കേട്ടാലും നിങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഗരിമ നിലനിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സംസാരിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് കമൻ്റ് അടിക്കാൻ പറ്റില്ല. ഇത് പാർലമെൻറ്റിൻ്റെ രീതിയല്ല. ഈ ഹൗസ് ഇവിടെ ഇരുന്നു കൊണ്ട് ഇടയ്ക്ക് കയറി പറയാനുള്ള അധികാരമില്ല. മന്ത്രിജി താങ്കൾക്ക് തുടരാം. അധ്യക്ഷ മഹോദയജി, വഖഫ് ബോർഡിൻ്റെ ഈ പ്രൊവിഷൻ ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും അമ്പലത്തിലോ അതുമായിട്ട് അതിൻ്റെ നടത്തിപ്പുമായിട്ട് ഒന്നുമില്ല. പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ്, വസ്തുവിൻ്റെ മേൽനോട്ടം മാത്രമാണ്. ഒരെങ്കിലും മുസ്ലിം സക്കാപ്പ് നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മതപരമായ വികാരമാണ്. അതിൽ ഗവൺമെൻറ്റിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വഖഫ് പ്രോപ്പർട്ടി, വസ്തു, അതിൻ്റെ മാനേജ്മെൻറ്റ് മുത്തവല്ലീസാണ് നടത്തുന്നത്. നിങ്ങൾക്കിതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ മനഃപൂർവ്വം മനസ്സിലാക്കാതിരിക്കാൻ നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അധ്യക്ഷജി, താങ്കളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു,
ഇങ്ങനെയല്ല ഡിസ്കഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം കിട്ടുമ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ എൻ്റെ ഫ്ലോ നശിക്കുകയാണ്. ഇതിൽ ഒരുപാട് കേസുകൾ ഉദ്ധരിക്കാനുണ്ട്. അതിൽ പക്ഷേ സദസ്സിൻ്റെ മുമ്പിൽ 3 കേസുകൾ ഉദ്ധരിക്കാം. അപ്പോൾ പാലും വെള്ളവും വേർതിരിക്കാൻ പറ്റും. ഇത് മതപരമായ വികാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സയ്യദ് ഫസൽ തങ്കൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ കേരള ഹൈക്കോടതിയുടെ ഒരു നിർണയമുണ്ട്. കേരള പറഞ്ഞു വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയല്ല, അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ബോഡിയല്ല. ഹൈക്കോടതി ഹാഫിസ് മുഹമ്മദ് സഫർ അഹമ്മദ് UP സുന്നി ബോർഡ് അവരുടെ ജഡ്ജ്മെൻറ്റ് കേട്ടാലും മുക്താവലിയുടെ അധികാരം മാനേജ്മെൻറ്റ് മാത്രമാണ്. അത് ഒരു മുത്തവല്ലിയുടെ ജോലി സെക്യുലറായിട്ടുള്ള മാത്രമാണ്. അത് മതപരമായിട്ടുള്ള ഒരു അധികാരമല്ല. ഗോവിന്ദലാൽ മഹാരാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഇതിൽ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? അമ്പലത്തിൻ്റെ കാര്യവും ഞാൻ ഉദ്ധരിക്കുകയാണ്. അമ്പലത്തിൻ്റെ വസ്തു നോക്കി നടക്കുന്നത് ഒരു സെക്യുലറായിട്ടുള്ള ഒരു ജോലിയാണ്. അമ്പലമല്ല, അമ്പലത്തിൻ്റെ വസ്തുവകകൾ. അതുപോലെ നിങ്ങൾ കൂടെ പറയുക, മുസ്ലിങ്ങളുടെ അധികാരത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർ കൈകടത്തുന്നു എന്ന ആർഗ്യുമെന്റിൽ ഒരു മെരിറ്റുമില്ല. സർ, 2013 ഇത് നമ്മൾ ചെയ്ത ജോലികൾ, ഞാൻ അതിലെ കാര്യത്തിൽ ഒരു കാര്യം പറയാം. എലക്ഷൻ വരികയായിരുന്നു, കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു. കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരുകയായിരുന്നു. മെയ്യിലായിരുന്നു അന്ന് 5 മാർച്ച്. ആ സമയത്തെ UP ഗവൺമെൻറ് 113 പ്രോപ്പർട്ടി ഡൽഹി വഖഫ് ബോർഡിന് ട്രാൻസ്ഫർ ചെയ്തു. എന്തായിരുന്നു ആവശ്യം? കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്, അത് വെയിറ്റ് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് വോട്ട് കിടാം, പക്ഷെ നിങ്ങൾ ഇലക്ഷനും തോറ്റു. എന്തുകൊണ്ട്? പ്രയോജനം എന്താണ്? ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം വോട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ആളുകൾ ബുദ്ധിയുള്ളവരാണ്. ഇത് ഈ വോട്ട് ബാങ്കിൻ്റെ പോളിസി അല്ല. ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സഭയിൽ വന്നത്. ചില അനോമലികളുണ്ട്, പോരായ്മകളുണ്ട്, അത് മാറ്റേണ്ടതുണ്ടായിരുന്നു. ഞാൻ ആദ്യവും ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഭാരതീയൻ വഖഫ് നൽകാൻ 2013 മാറ്റിയത്. ഞങ്ങൾ വീണ്ടും 95 ക്ലോസസ് വീണ്ടും കൊണ്ടുവന്നു. വഖഫ് നൽകുന്ന 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. ഇത് വളരെ വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർ, വഖഫ് ബോർഡ് ഉണ്ടായിട്ടുള്ളത് അതിനെ വളരെ സെക്യുലറായി ഇൻക്ലൂസീവായിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പഴയ ക്ലോസസ് മാറ്റിയിട്ട് വഖഫ് ബോർഡിൽ ഷിയകളും ഉണ്ടാവും, സുന്നികളും കാണും. അങ്ങനെ എല്ലാവരും ഉള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകാർ, പിന്നോക്കക്കാർ, എല്ലാവരും, വനിതകളും ഉണ്ടാവും, അതുപോലെ വിദഗ്ധരും ഉണ്ടാവും. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിനുള്ള വ്യവസ്ഥകളാണ്. ഇതിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല. സർ, മറ്റൊരു കാര്യം കൂടി ഞാൻ വിസ്തരിച്ച് പറയാം.
ഞാൻ മുസ്ലിം അല്ല എന്ന് വിചാരിക്കൂ, ഞാൻ പക്ഷേ മൈനോറിറ്റി അഫയേഴ്സ് മന്ത്രിയാണ്, ഞാൻ സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ ചെയർമാനാണ്. ഞാനായിട്ടും അതിനുശേഷം 4 മുസ്ലിം ഇതര ആളുകൾക്കും വഖഫ് കൗൺസിലിൽ അംഗമാകാം. അതിൽ പരമാവധി 4, മാക്സിമം 4, അതിൽ 4 2 വനിതകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം സർ. അതിനുശേഷം നിങ്ങളിപ്പോൾ എല്ലാ വഖഫ് ബോർഡുകളും നോക്കൂ, എവിടെയാണ് വനിതകൾ ഉള്ളത്? നിങ്ങൾ വനിതകളെ കുറിച്ച് വെറുതെ വർത്തമാനം പറയുകയാണ്. എവിടെയാണ് വനിതകൾ ഉള്ളത്? സർ, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. സെൻട്രൽ വഖഫ് കൗൺസിൽ മൊത്തം 22 അംഗങ്ങളിൽ 4 നോൺ മുസ്ലിമുകൾ അതിലധികം കൂടാൻ പാടില്ല. എക്സ് ഒഫീഷ്യൽ കമ്മിറ്റിയിൽ 3 MPs ഉണ്ടാവും, പാർലമെന്റ് അംഗങ്ങൾ. ഏത് മതത്തിൽപ്പെട്ടവരും ആകാം, ഏത് മതത്തിൽ തിരഞ്ഞെടുക്കാം. 3 പാർലമെന്റ് അംഗങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരുമാകാം. 10 അംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഫോമർ ജഡ്ജ്, സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ 1 അഡ്വക്കേറ്റ്, 1 പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ്, ദേശീയ തലത്തിൽ അംഗീകാരമുള്ള 4 പേർ, അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആളുകൾ. 10 മുസ്ലിം അംഗങ്ങളിൽ 2 വനിതകൾ അനിവാര്യമാണ്. അതുപോലെ സംസ്ഥാന ബോർഡുകളിൽ 11 അംഗങ്ങളിൽ 3-ലധികം നോൺ മുസ്ലിമുകൾ പറ്റില്ല. 1 ചെയർപേഴ്സൺ, 1 MP, 1 MLA, 4 അംഗങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്, 2 അംഗങ്ങൾ വൈദഗ്ധ്യമുള്ള അംഗങ്ങൾ, 1 അംഗം ബാർ കൗൺസിലിൻ്റേത്, അതുപോലെ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി. 4 മുസ്ലിം അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം. ഈ കാര്യങ്ങൾ നാം വെച്ചിട്ടുണ്ട്. ഇതിൽ അട്ടിമറിക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ വഖഫ് ആക്ടിൽ പുതിയ വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള, അതുപോലെ ആർബിട്രറി പ്രൊവിഷൻ ഉണ്ട്. അതായത് പറഞ്ഞു തീർക്കുന്നതിന്, അനുരഞ്ജനത്തിനുള്ള ഈ കാര്യങ്ങൾ, അതിലെല്ലാം കൂടി പ്രധാനമായി സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതുപോലെ സർവേ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നേരത്തെ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു, അതിലുള്ള ഈ അപര്യാപ്തമായിരുന്ന വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ മഹിളകൾക്കുള്ള പാരമ്പര്യമായി ലഭിക്കുന്നതിനുള്ള അവകാശം, കുട്ടികൾക്കുള്ള അവകാശം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കേസുകൾ ട്രൈബ്യൂണലുകളിലും ഉണ്ട്, കോടതികളിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിന്, ഇതിൽ സെറ്റിൽ ചെയ്യുന്നതിന് 10,000-ലധികം കേസുകളാണ് ഈ എത്രയോ വർഷങ്ങളായി 30,000-ലധികം കേസുകളാണ് പെൻഡിങ്ങിലുള്ളത്, കുറച്ച് കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം നിങ്ങൾ ഇടയ്ക്കിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ളവരും, ആ സഭയ്ക്ക് പുറത്തുള്ളവരും എല്ലാം തന്നെ അവർക്കുള്ള ഈ കാര്യങ്ങൾ സുതാര്യമാക്കി ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡിലാണ് ലാൻഡ് ഏറ്റവും കൂടുതൽ. 3 ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ 3ാമത് ഏറ്റവും വലിയ സമ്പത്തുള്ളത് വഖഫ് ബോർഡിനാണ്. ഞാൻ ആ കാര്യത്തിൽ സുതാര്യത വരുത്താം. സർ, താങ്കൾ ട്രെയിനിൽ പോകുന്നതാണ്, നമ്മൾ ട്രെയിനിൽ പോകുന്നു. 1000-കണക്കിന് കിലോമീറ്ററാണ് പാതകളുള്ളത്, റെയിൽവേ പാതകളുള്ളത്. റെയിൽവേ പാതകൾ കടന്നു പോകുന്ന റെയിൽവേയുടെ പ്രോപ്പർട്ടി അല്ല, രാജ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക റെയിൽവേയുടെ ആണ് ഇത് എന്ന്? അത് രാജ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് റെയിൽവേ ഡിഫൻസ് ആണെന്ന് പറയുന്നു. ഈ പരിശീലനം നടക്കുന്ന, അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതിർത്തി സ്ഥലങ്ങൾ, ഇതൊക്കെ ഡിഫൻസിന്റെ ഉള്ളിലാണ്, പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ്. അത് രാജ്യത്തിൻ്റെതാണ്. അതെങ്ങനെയാണ് ഇതാവാൻ പറ്റുക? അത് രാജ്യത്തിൻ്റെതാണ്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അതുപോലെ ലോകത്ത്
ഏറ്റവും വലിയ വഖഫ് പ്രോപ്പർട്ടികൾ, വഖഫ് സമ്പത്തുകൾ ഉള്ളത് ഹിന്ദുസ്ഥാനിലാണ്. അത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ വഖഫ് പ്രോപ്പർട്ടി ഭാരതത്തിലാണ്. പിന്നെ എന്തിനാണ് സർ ഈ 60 കൊല്ലമായി നിങ്ങൾ ഭരിച്ചു, പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെയുള്ള മുസ്ലിങ്ങൾ ഇത്ര ദരിദ്രരായി? ഇത്രയും അധികം സമ്പത്ത് ഈ വഖഫിനുണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, ഇൻകം ആദായം കൂട്ടുന്നതിന്, വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് എന്തുകൊണ്ട് അവർ പിന്നോക്കം പോയി? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, വഖഫ് സമ്പത്ത് ഇന്ത്യയിലാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്ര പുറകോട്ട് പോയി? ലോകത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? ഈ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? അതിനാൽ ഈ ധർമ്മത്തിന്റെ, മതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നേരിട്ട് തന്നെ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. നിങ്ങൾ ഈ കാര്യത്തെ ഗൗരവത്തോടു കൂടി നിങ്ങൾ കാണൂ. ആരൊക്കെയാണ് ഈ ബില്ലിനെ ഇപ്പോൾ നിങ്ങൾ എതിർക്കുന്നത്? അവർക്ക് തന്നെ ഒന്നോ രണ്ടോ അല്ല, എന്നാൽ രാജ്യത്തിനോട് ഈ ആരൊക്കെയാണ് ഈ ബില്ലിനെ പിന്തുണക്കുന്നതെന്ന് ഭാവിയിൽ ആളുകൾ ഓർമ്മിക്കും. ഇപ്പോൾ നിങ്ങൾ കുറിച്ചു വെക്കൂ. ഇപ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ 70 വർഷത്തിലധികം വോട്ട് ബാങ്ക് ആക്കി വെച്ചുകൊണ്ടാണ് നിങ്ങൾ അവരെ വഞ്ചിച്ചത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ രാജ്യത്ത് എത്രമാത്രം വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ടോ അതിനെ വെറുതെ കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക്, സാധാരണക്കാരായ മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേ പറ്റൂ. അതിനു വേണ്ടി ആണ് ഈ ബില്ല് അനിവാര്യമായിരിക്കുന്നത്. നമ്മുടെ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ നാം റെക്കോർഡുകൾ പരിശോധിച്ചു. സച്ചാർ കമ്മിറ്റി, നിങ്ങളാണ് സച്ചാർ കമ്മിറ്റി ഉണ്ടാക്കിയത് 2006-ൽ. അദ്ദേഹവും ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2006-ൽ 4.9 ലക്ഷം വഖഫ് പ്രോപ്പർട്ടികളായിരുന്നു. അതിന്റെ വരുമാനം എത്രയായിരുന്നു? ആദായം എത്രയായിരുന്നു അറിയുമോ സർ? അവരുടെ മൊത്തം ആദായം 163 കോടി രൂപ, 163 കോടി മാത്രമായിരുന്നു വരുമാനം. 2013-ൽ വരുമാനം എത്ര കുടിച്ചു? 166 കോടി മാത്രം. 3 കോടി. എങ്ങനെയാണ് നിങ്ങൾ ഈ വഖഫ് പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? 10 വർഷത്തിന് ശേഷവും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ളവരുടെ ടോട്ടൽ ഇൻകം 3 കോടി മാത്രമാണ്. 10 കൊല്ലത്തിനിടയിൽ ഇത്രയും അധികം സമ്പത്ത് വെച്ചത്. ഈ കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് യോജിപ്പില്ല ഇതിനോട്. സർ, ആ സമയത്ത് സർ, അന്നത്തെ കാലമാണ് പറഞ്ഞത്, അന്നത്തതല്ല. അന്ന് സച്ചാർ കമ്മിറ്റിയുടെ സമയത്ത് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഒരു കാര്യപ്രാപ്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ 12,000 കോടി രൂപ വർഷത്തിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. 12,000 കോടി രൂപ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എത്രമാത്രം മുസ്ലിങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുമായിരുന്നു സർ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളും ഈ വഖഫ് നിങ്ങൾ ഈ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ പോയി പരിശോധിക്കൂ സർ. ഇന്ന് 4.9 ലക്ഷത്തിൽ നിന്ന് 1.72 ലക്ഷം വഖഫ് പ്രോപ്പർട്ടികളായി ഉണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ, കണക്ക് കൂട്ടൂ. 1.72 ലക്ഷം പ്രോപ്പർട്ടികൾ, സ്വത്തുക്കൾ, അത് യഥാർത്ഥമായി നല്ല നിലയിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ രാജ്യത്തിന്റെ മുഖം തന്നെ മാറും. അവരെത്രമാത്രം ഉന്നതി പ്രാപിക്കും, ആ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടത്, ഒരു ഉദാഹരണം പറയേണ്ടതുണ്ട്. ഞാൻ ജമ്മു കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. അവിടെ ചെയർപേഴ്സൺ ഉണ്ട്, പുതിയ ബോർഡ്. ഇവിടെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയതിനു ശേഷം അത് എന്താണ് അന്നത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ,
അന്ന് പണ്ട് ആദായത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല, വരുമാനമൊന്നും ലഭിക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 40 കോടിയാണ് റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മുൻപ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം അതിന്റെ തുടർച്ചയായി ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. ഹസ്രത്ത് ബൽ മസ്ജിദിൽ എത്ര പഴയ മസ്ജിദാണ്, അതിന്റെ ചുറ്റുപാടും ഒക്കെ തന്നെ സൗന്ദര്യവൽക്കരണമൊക്കെ നടന്നു കഴിഞ്ഞു. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് റവന്യൂ ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കും. സർ, അതിനാൽ നിങ്ങൾ എല്ലാവരും ഈ ബില്ലിനെ പിന്തുണച്ച ശേഷം നിങ്ങൾ വരൂ, എൻ്റെ ഓഫീസിലേക്ക് വരൂ. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ദൃശ്യമാകും. സർ, ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്ന അതിൽ JPCയുടെ ഒട്ടേറെ ശുപാർശകൾ ഉണ്ടായിരുന്നു. ഈ ശുപാർശകൾ ഒക്കെ തന്നെ നമ്മൾ ചിന്തിച്ചു, നമ്മൾ ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു. ഇതിൽ JPCയുടെ റെക്കമെൻഡേഷൻ നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ഒരിക്കലും ശരിയല്ല. സർ, പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിനൊരു മഹത്വമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ സ്വീകരിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ അതിനിടയിൽ ഒട്ടേറെ വിഷയങ്ങൾ സർക്കാർ വളരെ വളരെ നല്ല മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ചെറിയ ഭേദഗതിയാണ്. ചില ചെറിയ ഭേദഗതികളൊക്കെ നാം കൊണ്ടുവന്നിട്ടുണ്ട്. സർ, അതിനുശേഷം വലിയ എല്ലാ അതിലുള്ള നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ഒക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും. ഒരു പുതിയ സംവിധാനം വരുന്നു. അതിൽ ഒരു പുതിയ ആക്ടിന്റെ ഒരു യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ഉമ്മീദ് എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ആ വാക്ക് വരുന്നതിന് പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എല്ലാ രജിസ്ട്രേഷൻ മുതൽ അതിന്റെ മ്യൂട്ടേഷൻ, എൻക്രോച്ച്മെന്റ് കമ്മീഷൻ, സർവേ, കലക്ടറുടെ പങ്ക്, അതുപോലെ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ മാനേജ്മെന്റ് മാറ്റി അതിന്റെ ആ സിസ്റ്റം തന്നെ മാറ്റുന്നതിനാണ് നാം ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. അതുപോലെ എംപവർമെന്റ് എങ്ങനെയാണ് ശാക്തീകരിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും അവർ ഷിയാസുകളുണ്ട്, ബോറാസ് ഉണ്ട്, സുന്നികളുണ്ട്, പസ്മന്ത മുസ്ലിംസ് ഉണ്ട്, ബാക്ക്വേർഡ് എന്ന് പറയപ്പെടുന്നവരാണ് ഈ പസ്മന്ത. അതുപോലെ വനിതകൾ, ഇവരെ എല്ലാവരെയും തന്നെ, അതുപോലെ കുട്ടികൾ, അവർക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു മുസൽമാൻ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതിനെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ചില പേർ എന്തായാലും നിങ്ങൾ ഇതിനെ എതിർക്കും. പക്ഷേ ഒരു കാര്യങ്ങൾ ചില അംഗങ്ങളോട് മുസ്ലിം പ്രതിനിധികൾ എൻ്റെ വീട്ടിൽ വന്നു, അവർ അതിനെ പിന്തുണച്ചു. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചിന്ത മാറേണ്ടി വരും. മുസ്ലിങ്ങൾ എത്രയോ പേർ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയുന്നില്ല. അത് പാവപ്പെട്ട മുസ്ലിങ്ങളിൽ നിന്ന് സന്ദേശം വരുന്നുണ്ട്, എത്രയും വേഗം പാസ്സാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കിതറിയുന്നില്ല. നിങ്ങൾക്കിതിൻ്റെ കാര്യപ്രാപ്തി ഇതിൽ കൂടും. അതുപോലെ സാങ്കേതിക വിദ്യകൾ അത് ഉൾപ്പെടുത്തും. അതുപോലെ സെൻട്രലൈസ്ഡ് ഡാറ്റാ സിസ്റ്റം ഇതൊക്കെ തന്നെ കൊണ്ടുവരും. ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ, അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ട്, അതിൻ്റെ ട്രാക്കിംഗ് ഉണ്ടാവും, അതിൻ്റെ കൃത്യമായ നിര്യോണത്തിലുണ്ടാവും. അത് നടപ്പാക്കുന്നുണ്ടോ എന്നൊന്ന് നിരീക്ഷിക്കും. അതുപോലെ എന്തൊക്കെയാണ് കൈകൊണ്ട് എഴുതിക്കൊണ്ട് എന്തൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ ശരിപ്പെടുത്തും. അങ്ങനെ എല്ലാത്തിനുമുള്ള പ്രശ്നങ്ങൾക്കും ഈ സമാധാനം, അതിനൊക്കെ വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവസാനമായി അതിൻ്റെ ഓഡിറ്റും വളരെ വ്യക്തമായ രീതിയിൽ ഓഡിറ്റും നടത്തും. അതിനുള്ള പ്രൊവിഷനും അതിൽ വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ആണ് എല്ലാ അതോറിറ്റി അതിൻ്റെ അവസാനമായി നോക്കുമ്പോൾ എല്ലാ പ്രോപ്പർട്ടികളുടെയും അധികാരം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്രത്തിനല്ല. ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ കാര്യം സംസ്ഥാന സർക്കാരുകളാണ് നോക്കേണ്ടത്. അതിനാൽ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വയംഭരണ കാര്യമാണ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്.
സമയത്ത് എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ തന്നെ നടപ്പാക്കി നൽകുന്നതായിരിക്കും. ഏതൊക്കെയാണ് വഖഫ് പ്രോപ്പർട്ടികൾ, എങ്ങനെയൊക്കെയാണ് നൽകിയിരിക്കുന്നത്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, കോടതിയിൽ നിന്നുള്ളത് എന്താണ്, എല്ലാ കാര്യങ്ങളും നാം നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. കേന്ദ്ര ഗവൺമെന്റിന് അധികാരം കൂടുതൽ വന്നിരിക്കുന്നു എന്നുള്ള യാതൊരു വിധത്തിലുള്ള ചിന്തയും നിങ്ങൾക്ക് വേണ്ട. അത് പൂർണ്ണമായും തന്നെ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലാണ്. അത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. അതിനുശേഷം സർ, ഈ വഖഫ് ക്രിയേറ്റുകൾ പുതുതായി ഉണ്ടാക്കുന്നത്, അതിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചാരിറ്റബിൾ കാര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ വഖഫ് ഉണ്ടാക്കുന്നു. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ഫലപ്രദമായി മെച്ചപ്പെട്ട ഭരണരീതിയിൽ മെച്ചപ്പെട്ട കാര്യങ്ങളിൽ നോക്കുന്നതിനുള്ള കാര്യങ്ങളും അതിലുണ്ട്. അതോടൊപ്പം തന്നെ സർ, നാം മറ്റൊരു കാര്യം കൂടി, ഈ ഉമൈദിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ റിസോഴ്സുകൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്യവസ്ഥകളൊക്കെ തന്നെ ചില കാര്യങ്ങൾ മാറ്റുന്നത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അധികമായി കൂടുതലായിട്ട് പോകുന്നില്ല ഇപ്പോൾ. സർ, നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സബോർഡിനേറ്റ് ലെജിസ്ലേഷനിലൂടെ ആ വഴിയിലൂടെ റൂൾ കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടും. ഈ ആത്യന്തികമായി ഈ സ്വത്ത് രാജ്യത്തിൻ്റെതാണ്, അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം. അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നാൽ നാം അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അംഗങ്ങളോടൊപ്പം ഇപ്പോൾ ഒരുപാട് ദർഗകളുണ്ട്, ഇമാമുകളുണ്ട്, ഒട്ടേറെ എല്ലാവരും തന്നെ ഒട്ടേറെ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൻ്റെ വിശദങ്ങളിലേക്ക് ഞാനിപ്പോൾ ദീർഘമായി പോകുന്നില്ല. എന്നാൽ റെക്കോർഡിൽ വെക്കാം, ഒട്ടേറെ നല്ല മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളും തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. ഈ ഡെഫിനിഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം, ഈ നിർവചനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വഖഫിൻ്റെ ഇടയിൽ തന്നെ സ്വന്തം നമ്മുടെ വഖഫ് പ്രോപ്പർട്ടിയിൽ വഖഫ് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭരണം നടത്തണം എന്നുള്ളതാണെങ്കിൽ വളരെ സ്വാഗതമാണ്. ട്രസ്റ്റിലൂടെ സ്വന്തം മറ്റു രീതിയിലാണ് ഭരണം നടത്തിക്കൊണ്ടുപോകേണ്ടെങ്കിൽ അതിനും സ്വാഗതം. അതിൽ നിങ്ങൾ ഇടയ്ക്കിടെ പറയുന്നത് വഖഫ് ബോർഡിന് എങ്ങനെയാണ് മുസ്ലിങ്ങൾ വന്നത്, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ എല്ലാവരും, നമ്മളൊരു പൗരൻ എന്ന നിലയിലാണ് MP ആയത്, ഒരു മതത്തിൻ്റെ പേരിലല്ല. നിങ്ങളുടെ മതവും എൻ്റെ മതവും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ട്രസ്റ്റ് നടത്തുന്നതിലുള്ള ചാരിറ്റി കമ്മീഷണർക്ക് ഇങ്ങനെ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ചാരിറ്റി കമ്മീഷണർ ഗവൺമെൻറ്റിന് നോക്കുന്നതിനാണ്. അതുപോലെ എൻ്റെ വഖഫ് പ്രോപ്പർട്ടിയിൽ മുസൽമാൻ അല്ലാത്തവർ എങ്ങനെ പാടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറയും, മുസ്ലിങ്ങളല്ലാത്തവർക്ക് എന്തുകൊണ്ട്, മുസ്ലിമുകളുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നോൺ മുസ്ലിങ്ങൾ വരുന്നു, മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അത് ശരിയല്ല. അതിനാൽ ഇത് പ്രോപ്പർട്ടിയാണ്, വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇത് വഖഫ് ഭൂമിയാണ്, ഇതൊരു മതപരമായ ഭൂമിയല്ല. 2013 നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി. ചില ആശങ്കകളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ദർഗാ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ശരിയല്ല. ഞാൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒന്നാണ്. നമ്മൾ പല സംസ്ഥാനങ്ങളിലും മറ്റു മതങ്ങളിലും പെട്ടവരായിരിക്കും, പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ അതോറിറ്റിയോടുകൂടി എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്ന ആളിൽ നിന്ന് ഇത് മാറ്റി നിർത്തുന്നത്? ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത്. രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ
അതിൽ നമാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ നിയമം മുൻകാല പ്രാബല്യത്തോടെയല്ല. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. ആരുടെയെങ്കിലും ഭൂമിയുടെ അവകാശത്തിൽ കടന്നു കയറുകയല്ല. സംസ്ഥാന സർക്കാരിന് അതിന് അവകാശമുണ്ട്. ആരാണോ തർക്കമില്ലാത്ത ഭൂമിയിൽ അല്ലെങ്കിൽ തർക്കമുള്ളവയാണെങ്കിൽ അതിനെല്ലാം നമുക്ക് നിയമത്തിലൂടെ പരിഹാരം കാണാൻ കോടതിയുടെ അധികാരം ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ചർച്ചകൾ നമ്മൾ നടത്തിയത്. ഈ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു പൗരത്വ ഭേദഗതി ബില്ല് വന്നാൽ മുസ്ലിങ്ങളുടെ അവകാശം തട്ടിയെടുക്കുമെന്ന് പറഞ്ഞു. അവരുടെ അവകാശം അപകടത്തിലാവുമെന്ന് പറഞ്ഞു. നമുക്ക് ഇപ്പോൾ CAA നടപ്പിലാക്കി. പറയൂ, ഏത് മുസ്ലിമിനാണ് അവരുടെ അവകാശം നഷ്ടപ്പെട്ടത്? ആരുടെ പൗരത്വമാണ്, ഏത് മുസ്ലിമിൻ്റെ പൗരത്വമാണ് നഷ്ടപ്പെട്ടത്? ആർക്കാണ് ഇത് കാരണം നിങ്ങൾ പൗരത്വം നഷ്ടപ്പെട്ടത്? നമ്മൾ രാജ്യത്തോട് നിങ്ങൾ മാപ്പ് പറയണം. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് പറയൂ, കേൾക്കൂ. ഞാൻ പറയുന്നു, നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മൾ ആരെയും പ്രീണിപ്പിക്കുകയും വേണ്ട. വീണ്ടും ഞാൻ നിങ്ങളുടെ ഇത്തരത്തിലുള്ള യുക്തികരമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, രണ്ടാമത്തെ കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ സാർ, ഈ സ്ഥലത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുപോലെയാണ്. ഇതിലൊരു ചെറിയ വകുപ്പുണ്ട്. ഏത് മുസ്ലിം അത് വഖഫ് ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൽ സ്ത്രീകളുടെ അവകാശം ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഭൂമി ആർക്കെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടികളുടെ തട്ടിയെടുക്കുന്നു, സ്ത്രീകളുടെ അവകാശം തട്ടിയെടുക്കുന്നു. ഇപ്പോൾ ആ സ്വത്ത് നിങ്ങളുടേത് മാത്രമാണ്, 100% നിങ്ങളുടേതാണ്. അങ്ങനെയുള്ള സ്വത്തുക്കൾ വഖഫിനു കൊടുക്കുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്. മുസ്ലിങ്ങളുടെ ഇടയിൽ സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്നൊരു നിലപാടുണ്ട്. നമ്മളതിനെ എതിർക്കുന്നു, അവരതിനെ എതിർക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും സ്ത്രീകളും കുട്ടികളുടെയും അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടരുത് എന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ഈ മാനേജ്മെൻറ്റുകൾ എല്ലാം തന്നെ സർക്കാരിൻ്റെ ഭൂമിയിൽ, സ്വകാര്യ ഭൂമിയിലുള്ളതാണ്. ഈ മാനേജ്മെൻറ്റുകൾ കളക്ടർമാർക്ക് അവർക്ക് സമുദായത്തിലൂടെ എന്തുകൊണ്ട് ഇത് കളക്ടർമാരെ നിയോഗപ്പെടുത്തിയെന്ന് ചോദിക്കുന്നു. കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള, കളക്ടർക്ക് മേലെ ഒരു കമ്മിറ്റി ഉണ്ട്. കളക്ടർക്ക് മേലെയുള്ള ഏത് ഉദ്യോഗസ്ഥനും അത് കാണാം. അത് സർക്കാർ ഭൂമിയാണെങ്കിൽ, തർക്കമുള്ള ഭൂമിയാണോ, വഖഫിൻ്റെ ഓർ മുത്തവല്ലി, അതിലെന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് കളക്ടർക്ക് മേലെയുള്ള ആളുകൾ അക്കാര്യം പരിശോധിക്കും. ഈ കമ്മിറ്റി അത് തമ്മിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബില്ലിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിന് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന്. കാരണം തുടക്കത്തിൽ തന്നെ അതൊരു, ഞാൻ തുറന്ന ഹൃദയത്തോടെ ഞാൻ പറയുകയാണ്, ഈ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നല്ല ചിന്തയോടുകൂടിയാണ്. വഖഫ് ഭൂമി ഉണ്ടായപ്പോൾ അത് എങ്ങനത്തെ ഭൂമിയായിരിക്കണം? നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നു, നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആളുടെ ഭൂമി തട്ടിയെടുക്കുന്നു, അങ്ങനെ ട്രൈബൽ ഗോത്രവർഗക്കാരുടെ ഭൂമി തട്ടിയെടുക്കുന്നു, അങ്ങനെ അത് സംഭവിക്കരുത്. അവർ ഷെഡ്യൂൾ 5(6)ൽപ്പെട്ട ഭൂമി കാര്യത്തിൽ വഖഫ് പ്രോപ്പർട്ടിയെ കണക്കാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ഞാൻ പറയുന്നു, വഖഫ് ട്രിബ്യൂണൽ ചെറുതായിട്ട് വിശദീകരിക്കാം. ഇപ്പോൾ സഭ തുറന്ന ചർച്ച നടത്താൻ, ഈ സഭയിലേക്ക് വിഷയം ഞാൻ വിടുകയാണ്, സഭയ്ക്ക് വിടുകയാണ്. വിഷയം ശ്രദ്ധിക്കണം, ഗൗരവമായി ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ട്രിബ്യൂണലിൻ്റെ 2 അംഗങ്ങളുടെ പേര് സമർപ്പിച്ചു. പക്ഷേ കമ്മിറ്റി പറഞ്ഞു
3 പേര് വേണമെന്ന് പറഞ്ഞു. അതും നമ്മൾ അംഗീകരിച്ചു. അതുപോലെ വഖഫ് ബില്ലിന് 3 മെമ്പർമാരുണ്ടാവും. അതിൽ നിന്ന് കൂടാതെ ഇന്ന് 14,417 കേസുകളുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ട്രിബ്യൂണലിൽ ഈ കേസ് മുഴുവൻ തന്നെ പരിഹരിക്കും. 3 കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കാലാവധി ഫിക്സ് ചെയ്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട വളരെ കർശനമായ ചില വകുപ്പുകളുണ്ട്. ഓട്ടോമാറ്റിക്കലി അപ്പീലുകളുണ്ട്. റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അതിനുശേഷം ട്രിബ്യൂണലിൻ്റെ ഉത്തരവിന് ശേഷം ഇന്ന് നമുക്ക് വല്ല പരിഗണന തുറന്ന മനസ്സോടെ നമ്മൾ കാണുന്നു. നമ്മൾ പറയുന്നു, ഇപ്പോൾ ഞാൻ വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും സന്തോഷമില്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകാം. ഈ വിഷയവും ജനങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ്. ഇതിന് ശേഷം എനിക്കൊരു കാര്യം പറയേണ്ടത്, സംഭാവന അതുപോലെ തന്നെ ഇത് കമ്മിറ്റി മെമ്പർമാരുടെ നിർദ്ദേശമാണ്. കോൺട്രിബ്യൂഷൻ വഖഫ് ബോർഡിൻ്റെ മുത്തവല്ലി അത് 7% മുതൽ 5% വരെ കുറച്ചിട്ടുണ്ട്. കൂടുതൽ പണം ഈ കാര്യത്തിനായിട്ട് ചെലവഴിക്കുക. ഇത് നല്ല നിർദ്ദേശമാണ്. അത് അംഗീകരിച്ചു. ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. അത് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വഖഫ് ബോർഡിൽ നമ്മൾ ചില കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വഖഫ് പ്രോപ്പർട്ടി ഈ നിയമം വന്നതിന് ശേഷം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സെക്ഷൻ 14 അത് വളരെ വളരെ ഡ്രാക്കോണിയൻ ആയിട്ടുള്ളൊരു നിയമമാണിത്. ആ സെക്ഷൻ 40 സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡ് വീണ്ടും പറഞ്ഞിരുന്നു, സെക്ഷൻ 40 ഏത് ഭൂമിയും വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിക്കാം. ആ വകുപ്പ് നമ്മൾ എടുത്തു കളഞ്ഞു. ഏത് ഭൂമിയും വഖഫ് സ്വത്തായിട്ട് പ്രഖ്യാപിക്കാമെന്നുള്ള പാവങ്ങളുടെ കാര്യം എടുത്തു. വളരെ ചെറിയ ആളുകൾക്ക് മാത്രമേ ഈ വകുപ്പ് കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ. ഞാൻ ആരൊക്കെയാണ് എന്നവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വകുപ്പുകൾ ദുരുപയോഗം ചെയ്ത് ഏതളവോളം ലക്ഷക്കണക്കിന് സ്വത്തുക്കൾ കേസുകൾ ഇക്കാര്യത്തിൽ ഉയർന്നു. എത്രമാത്രം ക്ലെയിമുകളാണ് ഈ സ്വത്തുക്കളുടെ മേൽ വന്നിരിക്കുന്നത്. ഈ സെക്ഷൻ കാരണമാണ്, ഈ 40 കാരണമാണ്. ആ സെക്ഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, പല പ്രശ്നങ്ങളും ഈ പ്രശ്നം കാരണം ഉയർന്നു വന്നു. ഇതിൻ്റെ കാത്തലിക് കൗൺസിൽ പള്ളി ചർച്ചിലുള്ള ആളുകൾ, കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല ഭാഗത്തുനിന്നും അവർ പറയുന്നു, ഈ തരത്തിലുള്ള വഖഫ് ഭേദഗതി ബിൽ എത്രയും വേഗം പാസ്സാക്കണം എന്നാണ്. കാരണം ഈ സെക്ഷൻ 40 ദുരുപയോഗം ചെയ്ത് കേരള MP-യും തമിഴ്നാട് MP-യും ആലോചിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഈ ബില്ലിനെ എതിർത്തത്. എന്ത് തരത്തിലുള്ള ആശങ്കകളാണ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കൂ. കഴിഞ്ഞ തവണ തന്നെ ഞാൻ തങ്ങളോടെല്ലാം പറഞ്ഞു, എപ്പോഴാണ് മറ്റത് റിലീജിയൻ മതവും ഇതിൻ്റെ തിരുച്ചന്തറ ഗ്രാമത്തിൽ ഇതുപോലൊരു വഖഫ് ബോഡി കർണാടകയിലും 1000കണക്കിന് ഏക്കർ ഭൂമിയുടെ പ്രശ്നത്തിൽ വിഷയം ഹരിയാനയിലുണ്ടായിട്ട് ജത്ലാന വില്ലേജ്, അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗുരുദ്വാര ലാൻഡ് അവരുടെയാണെന്ന് പറഞ്ഞു, വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞു. മുസ്ലിംസിൻ്റെ സെറ്റിൽമെൻറ്റും റെക്കോർഡിലില്ല. അങ്ങനെ അതും മുസ്ലിങ്ങളില്ലാത്ത ആ ഭൂമിയും വഖഫ് ബോർഡിൻ്റേതാക്കി മാറ്റി. കേരളത്തിൽ മുനമ്പം ഇഷ്യൂ അതെല്ലാവർക്കും അറിയാം. 600 ക്രിസ്ത്യൻ ഫാമിലികൾ കുടുംബത്തിൻ്റെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തു. അവർക്ക് ഇതിനപ്പുറം പോകാൻ പറ്റില്ല. ഈ ബില്ല് പാസ്സാകുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. പാവങ്ങൾ, കർഷകർ, അവർക്കെല്ലാം അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കണം. ഈ കാര്യത്തിൽ ഒരു വേഗതയുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കാര്യം രാഷ്ട്രീയവൽക്കരിക്കരുത്.
നിങ്ങൾക്ക് ഈ കാര്യം പ്രത്യേകിച്ച് എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, എൻ്റെ മറ്റ് സഹപ്രവർത്തകർ ഇവിടെയുണ്ട്, എല്ലാവരും ഈ കോൺഗ്രസിൻ്റെ ആവശ്യത്തിന് വഴങ്ങരുത്. നിങ്ങൾ ആരെങ്കിലും ഇതിനെ എതിർക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഭാവിയിലും ഈ പാർലമെൻ്ററി മിനിറ്റ്സിൽ ഈ വഖഫിനെ കുറിച്ച് നടന്ന കാര്യങ്ങളുണ്ടാവും. ഭാവിയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഈ പാർലമെൻറ്റ് സഭയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ താങ്കളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ധൈര്യം നിങ്ങളെല്ലാവരും അഭിനന്ദിക്കണം. ഇക്കാര്യം പറയാൻ എത്രമാത്രം ധൈര്യം എനിക്കുണ്ട്. എൻ്റെ ധൈര്യത്തെ അഭിനന്ദിക്കൂ. അതെൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ വെളിച്ചം തെളിച്ചിരിക്കുന്നു ഈ കാറ്റിനെതിരെ. നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കൂ. എൻ്റെ മുതിർന്ന സഹപ്രവർത്തകരെല്ലാം ഇവിടെയുണ്ട്. എനിക്ക് വളരെ ഭാഗ്യം ചെയ്തവനാണ് ഞാൻ. എൻ്റെ ഭാഗ്യവാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി. അതൊരു സാധാരണക്കാരൻ മനുഷ്യനാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട മോദി, കോടിക്കണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങൾ, സ്ത്രീകൾ, അവരെല്ലാം ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ പോവാണ്. അവർക്കെല്ലാം എന്നെ പിന്തുണയ്ക്കും. വാസ്തവത്തിൽ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എന്നെ അഭിനന്ദിക്കണം. നിങ്ങളും ഇതിനെ പിന്തുണയ്ക്കണം, ബില്ലിനെ പിന്തുണയ്ക്കണം. നന്ദി.